ഡിയേഴ്സ്, എല്ലാവർക്കും നമസ്കാരം. ആദർശിന്റെയും നയനയുടെയും നാളത്തെ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അങ്ങനെ നമ്മുടെ ആദർശനും അതുപോലെ തന്നെ നമ്മുടെ നയനയ്ക്കും നല്ല സന്തോഷമുണ്ട്. ഇത്രയും കാലമായി നമ്മുടെ നയന ആഗ്രഹിച്ച ആ ഒരു കാര്യം സാധിച്ചെടുക്കുകയാണല്ലോ. ആദർശാണെങ്കിലും ആദർശന് നയനയ്ക്ക് ഇതുപോലെയുള്ള ഒരു അംഗീകാരം കിട്ടിയതിന്റെ സന്തോഷമൊക്കെയാണ്. അങ്ങനെ അമ്മായിയമ്മയും മരുമകളും കൂടി ഒന്നായതിന്റെ സന്തോഷത്തില് ഷോപ്പിങ്ങും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞിട്ട് അവര് നേരെ പോകുന്നത് ക്ഷേത്രത്തിലേക്കാണ്. അപ്പം അമ്പലത്തിലെത്തിയതും അല്ലമ്മേ, ഞാനിപ്പോൾ ക്ഷേത്രത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ അമ്പലത്തിലെ തിരുമേനിക്ക് എന്തെങ്കിലും ഡൗട്ട് തോന്നിയാലോ, അയാൾക്ക് തോന്നിയാലോ നമ്മൾ തമ്മിൽ സെറ്റായ കാര്യം, അതുകൊണ്ട് ഞാൻ അകത്തേക്ക് വരുന്നില്ല, അമ്മ പോയി പ്രാർത്ഥിച്ചിട്ട് വന്നാൽ മതിയെന്ന് നയന പറയുക. ഇത് കേട്ടതും ദേവയാനി പറഞ്ഞു, മോളെ എനിക്ക് അത്രയും പ്രാർത്ഥിക്കാനുണ്ട്. ഒരുപാട് നന്ദിയുണ്ട് എനിക്ക് ഈശ്വരന്മാരുടെ അടുത്ത്. നിന്നെ പോലെയുള്ള ഒരു മരുമകളെ ഇത്രയും കാലവും ഞാൻ തെറ്റിദ്ധരിച്ചല്ലോ. ഇനി ഒരിക്കലും എനിക്ക് അങ്ങനെയുള്ള ഒരു തെറ്റിലേക്ക് പോകാൻ സാധിക്കില്ല. നിന്റെ എല്ലാ നന്മകളും തിരിച്ചറിഞ്ഞതിന് ശേഷമാണ് ഈ അമ്മ ഇങ്ങനെ നിൽക്കുന്നത്. ഇപ്പതാ നിന്നെ ഞാൻ എന്നെക്കാളേറെ സ്നേഹിക്കുന്നുണ്ട് നയനെ എന്നൊക്കെ കൂടി ദേവയാനി പറയുക. ഇനി ഞാൻ ഭഗവാന്റെ മുന്നിൽ ചെല്ലും, ഭഗവാന് ഞാൻ മനസ്സറിഞ്ഞൊരു കാണിക്ക സമർപ്പിക്കുമെന്ന് കൂടി ദേവയാനി പറഞ്ഞിട്ട് അവര് ക്ഷേത്രത്തിനകത്തേക്ക് കയറുക. ഈ സമയമാണെങ്കിൽ നയന നല്ല സന്തോഷത്തിൽ തന്നെ നിൽക്കുകയാണ്. അങ്ങനെ അവൾ നിന്നിങ്ങനെ ആലോചിച്ചു, ഇതിനു മുന്നേ തന്നെ അമ്മായിയമ്മ തന്നെ എടുത്തിട്ട് ഉപദ്രവിച്ച കാര്യങ്ങളും അതുപോലെ ഇപ്പതാ ഇങ്ങനെ സ്നേഹിക്കുന്ന ഈ ഒരു കാര്യങ്ങളും തനിക്ക് അന്ന് ആ ഒരു കരള് കൊടുക്കാൻ തോന്നിയത് കൊണ്ടാണല്ലോ തൻ്റെ അമ്മായിയമ്മ തൻ്റെ മനസ്സ് മനസ്സിലാക്കിയതും ഇപ്പൊ തന്നെ ഇങ്ങനെ സ്നേഹിക്കുന്നതും. അങ്ങനെ ക്ഷേത്ര ദർശനം കഴിഞ്ഞ് മടങ്ങി വരുന്ന ദേവയാനിയാണെങ്കിൽ നമ്മുടെ നയനയോട് പറഞ്ഞു, മോളെ ഒരു കാര്യം ചെയ്, ഞാനിപ്പോ അനന്തപുരിയിലേക്ക് പോവാം, മോള് നേരെ ഓഫീസിലേക്ക് പോയിക്കും, അല്ലെങ്കിൽ ആദർശന് എന്തെങ്കിലും ഒരു സംശയം തോന്നിയാലോ. അങ്ങനെ നയന നേരെ ഓഫീസിലേക്ക് പോവാം. ഈ സമയമാണെങ്കിൽ അനന്തപുരി തറവാട്ടില് വലിയ പ്രശ്നങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ. നമ്മുടെ നയനയുടെ ഈ ഒരു ഉയർച്ച കണ്ടിട്ട് തീരെ ദഹിക്കാതെ അനാമികയാണെങ്കിലും കുശുമ്പ് മൂത്തിരിക്കുക. അതും പോരാഞ്ഞിട്ട് അനാമികയുടെ കള്ളക്കളികളൊക്കെ പൊളിക്കുമെന്ന് പറഞ്ഞ് നമ്മുടെ നവ്യ ചില പ്രസ്താവനകളൊക്കെ നടത്തിയത് കൊണ്ട് തന്നെ ജാനകിയുടെ മനസ്സിൽ ചില ഞെരിപ്പോടുകളൊക്കെ വന്ന് കയറുകയാണ്. എന്തായാലും തൻ്റെ മരുമകളെ കുറിച്ചിട്ട് ഇങ്ങനെയൊക്കെ ഇത്രയും കാര്യത്തിന് നവ്യ സംസാരിക്കുന്നുണ്ടെങ്കിൽ അതിന് പിന്നിൽ എന്തെങ്കിലുമൊക്കെ കാണുമല്ലോ എന്നുള്ളൊരു സംശയമാണ് നമ്മുടെ ജാനകിയുടെ മനസ്സിൽ മൊത്തത്തിലുള്ളത് കേട്ടോ. അങ്ങനെ ജാനകിയാണെങ്കിൽ ഇതൊക്കെ ആലോചിച്ചുകൊണ്ട് നിൽക്കുക. ജലജയാണെങ്കിൽ ഇതൊക്കെ കാണാനായിട്ടാണല്ലോ ഈശ്വര തനിക്ക് ദൈവം ഇങ്ങനെയുള്ള ഒരു ജന്മം തന്നത്. തൻ്റെ മകനെ കൊണ്ട് ഒരു പ്രയോജനവും ഇല്ല. മരുമോളുടെ കുത്തുവാക്കുകൾ അതും പോരാഞ്ഞിട്ട് ഏറ്റവും അധികം താൻ വെറുക്കുന്ന നയനെ പോലെയുള്ള ഒരുത്തിയുടെ നേട്ടം, ഇതൊക്കെ കണ്ട മനുഷ്യൻ മടുത്തു എന്നൊക്കെ പറഞ്ഞ് അവൾ അങ്ങനെ നിൽക്കുന്ന സമയത്താണ് അങ്ങോട്ടേക്ക് നമ്മുടെ ദേവയാനി വരുന്നത്. ദേവയാനിയെ കണ്ടതും, എൻ്റെ ഏട്ടത്തി നീ എന്താ കാണിച്ചത്? ഏട്ടത്തിക്ക് വല്ല ആവശ്യം ഉണ്ടായിരുന്നു ഏട്ടത്തി അവിടെ പോയിരുന്ന ആ ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്യേണ്ടിയിരുന്നത്. പിന്നെ ഞങ്ങൾ ടി വിയിൽ ആ പ്രോഗ്രാമൊക്കെ കണ്ടു. ആ സമയം അനാമിക മോൾക്ക് അതങ്ങ് ഇഷ്ടപ്പെടാതിരുന്നതുകൊണ്ട് ടി വി ഓഫാക്കുക ചെയ്തത്. എന്നാലും അവളുടെ അനുജത്തി രക്ഷപ്പെട്ടതില് ഇവിടെ ഒരുത്തിക്ക് നല്ല സന്തോഷമായിരുന്നു. അവളിവിടെ തുള്ളിച്ചാടുകയായിരുന്നു. ഇതൊക്കെ കേൾക്കുമ്പം ദേവയാനി ആണെങ്കിൽ നയനയോടും നവ്യയോടും തീരെ താല്പര്യം ഇല്ലാത്ത രീതിയിൽ തന്നെ സംസാരിക്കുക. അപ്പം ദേവയാനി പറയുന്ന കാര്യങ്ങളൊക്കെ കേട്ട് കഴിഞ്ഞപ്പം ഏട്ടത്തി അതിവിടെ ഞാനും ജാനകി ഏട്ടത്തിയും കൂടി സംസാരിച്ചായിരുന്നു. ഏട്ടത്തി ഈ ഫംഗ്ഷൻ ഒന്നും കാണാൻ നിൽക്കില്ല, ഏട്ടത്തി ആ സമയം കൊണ്ട് എങ്ങോട്ടെങ്കിലും മുങ്ങിയിട്ടുണ്ടാകുമെന്ന്. അതേടി, ഞാൻ അവിടെ ഇരുന്നൊന്നുമില്ല. എനിക്ക് സത്യം പറഞ്ഞാൽ ആദർശിന്റെ നിർബന്ധം ഉള്ളത് കൊണ്ട് മാത്രമാണ് ഞാൻ ആ ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്തത്. പക്ഷേ അവിടെ ഇരുന്ന് ഇതൊക്കെ തുടങ്ങി കഴിഞ്ഞപ്പോഴത്തേക്കിനും എനിക്കത് അറ്റൻഡ് ചെയ്യാനേ തോന്നിയില്ല. അങ്ങനെ ഞാൻ അവിടെ നിന്ന് എഴുന്നേറ്റ് പോയി. എന്തായാലും അതുകൊണ്ടാണ് നിങ്ങൾ എന്നെ ടി വിയിൽ കാണാതിരുന്നത്. ഞാൻ അപ്പോഴേ ഓർത്തു ഏട്ടത്തിക്ക് ഇത് സഹിക്കാവുന്ന കാര്യം അല്ലല്ലോ എന്ന്. അങ്ങനെ ഇവരിതൊക്കെ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പം ദേവേനെ മനസ്സിലാലോചിച്ചു, എടി ഞാനും എൻ്റെ മരുമോളും കൂടി ഒന്നായി. നീയൊന്നും അത് അറിയേണ്ട ആവശ്യമില്ല. എന്തായാലും നീയൊക്കെ സത്യം തിരിച്ചറിയുന്ന ഒരു ദിവസം വരും, അന്നായിരിക്കും നിനക്കൊക്കെ ശരിക്കും അങ്ങ് ഒരു ഞെട്ടലുണ്ടാവുന്നതെന്ന്. അങ്ങനെ ഇവിടെ ഈ കാര്യങ്ങളൊക്കെ നടക്കുമ്പോഴാണെങ്കിലോ റൂമിലിരിക്കുന്ന അനാമികയാണെങ്കിൽ ഒരു സമാധാനവും ഇല്ല. അവളുടെ ആ ഫംഗ്ഷൻ കണ്ടതിന് ശേഷം മനസ്സിന് ഒരു സമാധാനവും ഇല്ല. അങ്ങനെ ഇവൾ ആലോചിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്താണ് അങ്ങോട്ടേക്ക് അനി വരുന്നത്. അനിയെ കണ്ട പാടെ തന്നെ അനാമികയാണെങ്കിൽ, കണ്ടില്ലേ നീ ടി വിയിൽ നിന്റെ ഏറ്റവും പ്രിയപ്പെട്ട ഏട്ടത്തി അവാർഡ് വാങ്ങുന്ന ചടങ്ങ് കണ്ടില്ലേ? ഇത് കേട്ടതും അനിയാണെങ്കിൽ നല്ല സന്തോഷത്തിൽ പറഞ്ഞു, ഞാൻ കണ്ടായിരുന്നു.
ഞാൻ ആഗ്രഹിച്ച ഒരു ഫംഗ്ഷൻ തന്നെയായിരുന്നു അവിടെ നടന്നത്. എന്തായാലും എൻ്റെ ഏട്ടത്തിക്ക് കിട്ടേണ്ടുന്ന അംഗീകാരം തന്നെയാണ് കിട്ടിയത്. പിന്നെ കിട്ടേണ്ടുന്ന അംഗീകാരം നീ എന്തറിഞ്ഞിട്ടാ നീ സംസാരിക്കുന്നത്? എനിക്കറിയാം, നിനക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരുത്തിയാണല്ലോ നന്ദു. അതുകൊണ്ട് അവളുടെ ചേച്ചിയായ നയനയോട് നിനക്കൊരല്പം സ്നേഹമൊക്കെ ഉണ്ടാകും. അല്ലാതെ അവൾക്കിത് കിട്ടേണ്ടുന്ന ഒരു അവാർഡൊന്നും അല്ലാന്ന് പറഞ്ഞ് ഇവള് നിന്ന് തർക്കിക്കുകയാണ്. ആ സമയത്തും ഒരു നിമിഷം പോലും നമ്മുടെ അനി വിട്ടുകൊടുക്കുന്നില്ല. അനി നല്ല രീതിയിൽ തന്നെ അനാമികയോട് മറുപടി പറഞ്ഞു നിൽക്കുന്നു. അപ്പൊ ഇവിടെ ഈ കാര്യങ്ങളൊക്കെ നടക്കുമ്പോഴാണെങ്കിൽ നമ്മളെ കാണിക്കുന്നത് ഓഫീസിലെത്തിയ നയനയാണ് കേട്ടോ. ആദർശ് അത്രയധികം സന്തോഷത്തിലിരിക്കുക. അങ്ങനെ നയന വന്നതും ആദർശ് അവളുടെ അടുത്തേക്ക് ചെന്നു. എന്നിട്ട് പറഞ്ഞു, അല്ല എന്താ ഇത്രയും വൈകിയത്? എന്തോ ചില കള്ളക്കളികളൊക്കെ മടക്കുന്നുണ്ടല്ലോ. സത്യം പറയും, നീ അമ്മയെ കണ്ടിരുന്നോ എന്ന് ചോദിക്കുക. എൻ്റെ ആദർശേട്ടൻ്റെ അമ്മ എന്നോട് എന്തെങ്കിലും സംസാരിക്കോ? ഇല്ലല്ലോ. അവിടെ വന്നിരുന്നു, പിന്നെ എപ്പോഴും അവിടെ നിന്ന് എഴുന്നേറ്റ് പോയി. ഞാൻ അവാർഡ് വാങ്ങിക്കുന്ന ചടങ്ങ് കാണാനുള്ള ശക്തി അമ്മയ്ക്കില്ലാത്തത് കൊണ്ടായിരിക്കുമെന്ന് നയന നമ്മുടെ ആദർശിനെ പറഞ്ഞ് ധരിപ്പിക്കുക. എന്തായാലും നിനക്ക് അങ്ങനെയുള്ളൊരു നേട്ടം കിട്ടിയപ്പോൾ ശരിക്കും ഞാൻ തന്നെയാണ് സന്തോഷിച്ചത്. ഞാൻ ആഗ്രഹിക്കുന്ന രീതിയിൽ എൻ്റെ ഭാര്യ ഉയർച്ചയിലേക്ക് വരികയാണല്ലോ എന്ന് ആലോചിച്ചപ്പം എനിക്ക് നല്ല സന്തോഷമുണ്ട്. ഇതിന് ഞാനൊരു സമ്മാനം തന്നില്ലെങ്കിൽ എങ്ങനെയാ മോളെ എന്ന് പറഞ്ഞ് ആദർശ് നയനയെ ചേർത്ത് നിർത്തി അവളുടെ നെറ്റിയിൽ ഒരു ഉമ്മ കൊടുക്കുക. അപ്പൊ ഇവര് നല്ല സന്തോഷത്തോടു കൂടി ഇവിടെ നിൽക്കുമ്പോൾ ദേവേനയാണെങ്കിൽ തൻ്റെ മരുമകൾക്ക് വേണ്ടി വാങ്ങിച്ച സാധനങ്ങളും അതുപോലെ മരുമകളെ തനിക്ക് വേണ്ടി സെലക്ട് ചെയ്ത് തന്ന സാധനങ്ങളും ഒക്കെ നോക്കി അങ്ങനെ മരുമകളെയും മകനെയും കുറിച്ച് ആലോചിച്ചുകൊണ്ട് സന്തോഷത്തോടു കൂടി ഇരിക്കുകയാണ്. അപ്പൊ ഇതൊക്കെയാണ് നാളത്തെ വിശേഷങ്ങൾ. അപ്പൊ ഫുൾ വിശേഷമായിട്ട് വരുന്നതായിരിക്കും. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിക്കുകയാണ്. അപ്പോൾ ഓക്കെ, ഗുഡ് നൈറ്റ്.